Could you really love somebody who is absolutely nobody without you? മൂന്ന് somebody ഒരു nobody. എന്താ പടി അത്? എടാ ബഡി, ഞാൻ പറഞ്ഞുതരാം. Somebody who falls apart when you walk out the door. Don't you? എന്ന് വെച്ചാൽ വാതിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ ആർക്ക് വേണമെങ്കിലും വീഴാം, പക്ഷെ നീ വീഴരുത്. അതാണ് അതിന്റെ അർത്ഥം. എന്തുട്ടാണ് കെട്ടി നീ പറയണ? ഫുഡിനെ കുറിച്ചല്ലാതെ ഒരു അക്ഷരം വേണ്ടി നിന്റെ മോഹത്തിനായിരിക്കും. നീ പറഞ്ഞത് ഞാൻ കേട്ടൂട്ടാ. എടാ മണ്ട, ഇത് ഇംഗ്ലീഷ് കാവ്യാണ്. നീയില്ലെങ്കിൽ സ്വയം ഇല്ലാതാകുന്ന ഒരാളെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരാളെ വേണ്ടേ നിനക്ക് കൂട്ടിന്? മനസ്സിലായോ? മനസ്സിലായ അച്ചോ, ഞാൻ അവരെ പറ്റിച്ചല്ലേ. അത് പോട്ടെ, ആരത് എഴുതിയത്? എവിടുന്ന് കിട്ടി? ടോണി മോറിസൺ, സോങ് ഓഫ് സോളമൻ. ഗ്രേറ്റ്. ഡു യു നോ ഹൂ ഈസ് ടോണി മോറിസൺ? 1993 നോബൽ പ്രൈസ് വിന്നർ. എക്സലന്റ്. ടോണി മോറിസനെ കുറിച്ച് എത്ര പേരോട് വായിച്ചിട്ടുണ്ട്? എന്താ പറയുന്നത്? ടോണി മോറിസനെ കുറിച്ച് അറിയുന്നു. അച്ഛൻ മറ്റേ താടി കിട്ടിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് പെട്ടത്തലയുടെ ചുള്ളം പയ്യൻ. ടോണി മോറിസൺ ഇരിക്കടാ ഇരിക്കടാ ഇരിക്കടാ. എന്താ താടി വെച്ചോന്നാ? എടാ ടോണി മോറിസൺ ഒരു പെണ്ണടാ. രാവിലെ തന്നെ ഇറങ്ങും മണ്ടത്തരം പറയാനായിട്ട്. ഡെന്നിസ്, കുഡ് യു റിയലി ലവ് സംബഡി? ഹൂയിസ് നല്ലല്ലോ, വാസം നല്ല വരേണ്ടത്. എടാ സോളമ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം ഞാൻ സഹിക്കും. എന്നെ അവന്മാര് കൂവി, അത് ഞാൻ സഹിക്കൂല. നിനക്ക് അറിഞ്ഞുടങ്ങി മിണ്ടാതിരുന്നൂടെ? കൂടുതൽ കളിയാക്കല്ലേ. എനിക്കറിയാവുന്ന ടോണി മോറിസ് ആണാ. ഞാൻ നാണം കെട്ട തന്നെ സംബടിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഡെന്നീസേ, നോബഡി വിത്തൗട്ട് യു. എന്തായിരുന്നു എന്റെ അർത്ഥം? നീ ഇല്ലെങ്കിൽ സ്വയം ഇല്ലാതാകുന്ന ആളെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുമോ? കോപ്പ് ഒരു ടോണി മോറിസ് വന്നേക്കണം. എടാ, പുസ്തകങ്ങളിൽ പലതും എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊന്നും റിയൽ ലൈഫായിട്ട് യാതൊരു ബന്ധം കാണൂല. മനുഷ്യ നാണം കെടുത്താനായിട്ട്. എല്ലാവർക്കും നിന്നെ പോലെ ആവാൻ പറ്റില്ലല്ലോ. പിന്നെ റിയൽ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി. സോറി. നീ എങ്ങോട്ടാ? നീ പറഞ്ഞത് അവന് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവന് ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും അത് തുറന്നു പറഞ്ഞേക്കാം. വെറുതെ എങ്ങനെ ഇട്ട് ടെൻഷൻ അടിപ്പിക്കാതെ. അത് ശരിയാ, ടെൻഷൻ അടിപ്പിക്കാൻ പാടില്ല. മോശം. ഞാൻ തന്നെ രാത്രി വിളിക്കട്ടാ. ഞാൻ രാത്രി വിളിച്ചാലോ? ഞാൻ വേറെ ആളെ നോക്കിയാലോ? നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നേ? അതെ, ഡെന്നിസിനോടുള്ള സ്നേഹം കൊണ്ടാ സാം അങ്ങനെ പറഞ്ഞത്. ഇല്ലെങ്കിൽ തന്നെ അവൻ പറഞ്ഞാൽ എന്താ തെറ്റ്? നിന്റെ മനസ്സിൽ എന്താ? എന്തായാലും അത് ഡെന്നിസിനോട് തുറന്നു പറ. ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. ഹലോ. ഫസിയ. ഏത് ഫസിയ? സമീറ, നീ കളിക്കല്ലേ? ആന്റി കാൾ മാറിയതായിരിക്കും. ഓ, ജാടയാണെങ്കിൽ ഓക്കെ, ബൈ. മോളെ, നീ എന്താ കരുതിയത്? നിനക്കൊരു സത്യം അറിയോ? എന്നെ പ്രണയിക്കാൻ വേണ്ടി നമ്മുടെ കോളേജിൽ എത്രയോ പെൺപിള്ളേരൊക്കെ. പക്ഷെ ഞാൻ പിടികൊടുത്തിട്ടില്ല. എല്ലാം നിനക്ക് വേണ്ടിട്ടാണ്. അയ്യോടാ, അത്രയ്ക്ക് സാക്രിഫൈസ് ഒന്നും ചെയ്യണ്ട. നീ ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെട്ടോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാനൊരു തമാശ പറഞ്ഞല്ലേടി. നിന്റെ ഒരു നമ്പർ ഇവിടെ ചെലവാവില്ല മോനെ. ആ എടാ, ഡെന്നിസ് എവിടെ? അവൻ ഹലോ. ഞാനടാ. എടാ, നീ അത്യാവശ്യമായിട്ട് തുമ്പൂർമൊഴി എഴുന്നു വന്നേ. വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
വൈകിട്ട് അങ്കിളിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിനക്ക് പോകാനുള്ള കാര്യമാണ്, നീ എന്തായാലും വന്നേ പറ്റൂ. ഞാൻ നോക്കട്ടെ. ആ എവിടെ? പപ്പ ഇവിടെ കാറും കഴിക്കൊണ്ടിരുന്നാണല്ലോ, ഇതെവിടെ പോയി? ഒന്ന് സഹായിച്ചു കളയാം, ചിലപ്പോ കാര്യം നടക്കും. പപ്പ നീ എന്താടേ കാണിച്ചേ? അത് പിന്നെ ബക്കറ്റിൽ വെള്ളം ഇരിക്കണ കണ്ടപ്പോ പപ്പയെ ഒന്ന് സഹായിക്കാൻ വേണ്ടി. ഇങ്ങനെയാണോടാ സഹായിക്കുന്നത്? അവനൊരു അബദ്ധം പറ്റിപ്പോയി, ഹെൽപ്പ് ചെയ്തതല്ലേ. ഓ, അപ്പന്റെ അണ്ണാക്കിലോട്ട് വെള്ളം ഒഴിച്ചോണ്ടുള്ള ഈ ഹെൽപ്പ് അത് അല്പം കടന്നു പോയടാ മോനെ. പപ്പ അത് പിന്നെ എനിക്ക് വേണ്ട 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 വേണ്ട. സാം വിളിച്ചിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു കുരങ്ങും വിളിച്ചിരുന്നു, അത്യാവശ്യമായിട്ട് അവരെ കാണാൻ പോണം. അങ്കിളിന്റെ വീട്ടിൽ മാത്രം പോവാൻ വയ്യ, അതല്ലേ പൊന്നുമാൻ പറയാൻ വരുന്നത്. വേണ്ട മനസ്സിലാക്കിയില്ലേ? വേണ്ട, നീ എങ്ങും കറങ്ങാൻ പോണ്ട. അങ്കിളിന്റെ വീട്ടിലെ ഫംഗ്ഷനെ പറ്റി നിനക്ക് നേരത്തെ ആ അറിയാവുന്നതല്ലേ. പിന്നെ ഇവൻ അവിടെ ചെന്നില്ലെന്ന് വെച്ച് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഫംഗ്ഷൻ ഒക്കെ നടക്കേണ്ട പോലെ നടക്കട്ടെ. ഇനിയിപ്പോ മോൻ പോയിട്ട് വേണം. അവനെന്ന പോലെ ഞാൻ ഒരെണ്ണം തട്ടി. വയസ്സം കാലത്ത് ഇളക്കും വൃത്തികെട്ട മനുഷ്യൻ. പോയനെ എന്താടാ പറഞ്ഞേ? പട പട പടാ.